ഫ്ലിന്റ് മാക്സിലേക്ക് സ്വാഗതം. 2026 അസംബ്ലി പൊതുതെരഞ്ഞെടുപ്പിൻ്റെ വളരെ അടുത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ രണ്ട് മുന്നണികൾ പ്രധാനമായും NDA എന്ന മുന്നണി, മൂന്നാമതൊരു മുന്നണി ഉണ്ടെങ്കിലും അത് അറിയാമല്ലോ, കേരളത്തെ സംബന്ധിച്ച് ഒരു നിർണായകമായ സീറ്റുകൾ നേടുന്ന ഒരു അവസ്ഥയിലല്ല എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഇത്തവണയും നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. UDF LDF മത്സരമെന്ന് തന്നെയാണ് മുമ്പോട്ട് പോകുന്നതോറും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ തിരഞ്ഞെടുപ്പിൽ UDFനെയും LDFനെയും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മുമ്പിൽ നിന്ന് വളരെ വലിയ രീതിയിൽ നയിച്ചിരുന്ന വളരെ വലിയ നേതാക്കൾ അവരുടെ അഭാവത്തിലാണ് ഇത്തവണത്തെ മഹാപ്രതിഭകൾ എന്ന് പറയാം. രണ്ട് കേരള രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരായ രണ്ടുപേരുടെ നേതൃത്വം ഇല്ലാതെയാണ് ഈ രണ്ട് മുന്നണിയും ഇത്തവണ മത്സരരംഗത്തുള്ളത്. അത് വേറെ ആരുമല്ല, ശ്രീ VS അച്യുതാനന്ദൻ LDFനെയും ശ്രീ ഉമ്മൻചാണ്ടി UDFനെയും നയിച്ച തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ഇതുവരെയും ഈ പൊതു തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഇതുവരെ ഇവരുടെ രണ്ടുപേരുടെ അഭാവത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചർച്ചാ വിഷയമാക്കേണ്ടത്. ശ്രീ PV മുരുകൻ, താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു തുടർഭരണത്തിന്റെ തുടർഭരണം ഉണ്ടാവണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയാണല്ലോ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഈ VS അച്യുതാനന്ദന്റെ ഒരു തുടർഭരണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അതെ 2006 കാര്യമായിരിക്കാം താങ്കൾ പറഞ്ഞത്. 2006 അദ്ദേഹത്തിന്റെ ഭരണം 2011 അവസാനിക്കുന്നു. 2011 തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു തുടർഭരണത്തിനുള്ള സാധ്യത നിലനിന്നിരുന്നു. വെറും 3 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് 72-68 എന്നുള്ള നിലയിലായിരുന്നു ടാലി. അപ്പോൾ ഒരു 2 സീറ്റ് എന്ന് പറയാം, മൂന്നാമത്തെ സീറ്റ് ഉണ്ടെങ്കിൽ ഭൂരിപക്ഷമായി. അതവിടെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചില കഥകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ചില കഥകളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായ ചില നീക്കങ്ങളുടെ ഫലമായി 5-6 സീറ്റ് നഷ്ടപ്പെട്ടു. CPM ജയിച്ചുകൊണ്ടിരുന്ന 5-6 സീറ്റ് നഷ്ടപ്പെടുകയും അതുവഴി ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു കേരളത്തിലെ ആദ്യത്തെ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർഭരണമാണല്ലോ, ആദ്യത്തെ തുടർഭരണമാണല്ലോ ഇപ്പോൾ ഒരു മുന്നണി നടക്കുന്നത്. പക്ഷെ അന്ന് തന്നെ ഒരു തുടർഭരണത്തിനുള്ള സാധ്യത എന്തുകൊണ്ടോ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു. അപ്പൊ അത് VSന്റെ ഒരു വലിയൊരു എന്താണ് ആ കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നയിച്ചത് VS ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തുടർഭരണത്തിന്റെ ഘട്ടത്തിലും പിണറായിയാണ് പ്രചാരണത്തിന് ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ തന്നെയും VSന്റെ ഒരു പ്രഭാവത്തിൽ തന്നെ തീർച്ചയായും എല്ലാ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും അന്ന് നമുക്ക് പടം കാണാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഒപ്പം VSന്റെ പടം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സംഭവിച്ചത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിലും അത് കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ചോദിക്കാനുള്ളത്, പിണറായി അങ്ങനെ ഒരു ശക്തമായ ഒരു ക്യാമ്പയിൻ നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തീർത്തും പറയാൻ കഴിയില്ല. നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയാൽ കാര്യം 2006 VSന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, ഭരണത്തിൽ വരുന്നു. അത് കഴിഞ്ഞ് 2011 തെരഞ്ഞെടുപ്പിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറും 2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെടുന്നു, തുടർഭരണം ഇല്ലാതാകുന്നു. അതിൽ UDFന്റെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലെ സർക്കാർ വരുന്നു. 2016 തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനായിരുന്നു താരം. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി എല്ലാ സ്ഥാനാർത്ഥികളും പോസ്റ്ററിലടക്കം അദ്ദേഹത്തിന്റെ ചിത്രവും പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നേരിട്ടത്. പക്ഷെ അന്ന് ഭരണം കിട്ടുകയാണെങ്കിൽ VS മുഖ്യമന്ത്രി ആകില്ല എന്നൊരു ധാരണ തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. എല്ലാം പറയുന്നില്ല. പിണറായി തന്നെയാണ് ഭരണത്തിൽ വരികയാണെങ്കിൽ പിണറായി മുഖ്യമന്ത്രി ആകും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അല്ല, അതിപ്പോ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ആര് മുഖ്യമന്ത്രി ആവും എന്നുള്ളതല്ല, ആര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. LDF ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചാനലിൽ നൽകിയ ചോദ്യത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ അങ്ങനെ ആര് മുഖ്യമന്ത്രി ആകണമെന്ന്, ശൈലജ മുഖ്യമന്ത്രി ആകുമെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ആര് മുഖ്യമന്ത്രി ആകണമെന്നുള്ളതൊക്കെ പിന്നീടാണ്. പക്ഷെ അതിലൊരു സാങ്കേതിക തെറ്റുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ. എല്ലാ പോസ്റ്ററുകളിലും പ്രചരണത്തിലും പിണറായി 3.0 എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ അദ്ദേഹം പറയുന്നത് വെറുതെ അതിനെ മറച്ചു വെച്ചുകൊണ്ടുള്ള പറച്ചിലാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാര്യം പിണറായി 3.0 അതാണ് സ്ലോഗൻ. അപ്പൊ അവിടെ ഇപ്പോൾ ശരിക്കും പിണറായി തന്നെയാണ്, ശ്രീ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതെ, VS അച്യുതാനന്ദന്റെ ആ ഒരു പ്രഭാവത്തെ ഉപയോഗിച്ചുകൊണ്ട് LDF ഭയങ്കര പ്രചരണം നടത്തുകയും ഒപ്പം പിണറായി രണ്ടും കൂടെ ചേർന്നപ്പോഴും ആ ഭരണം കിട്ടിയതുള്ളതാണ്. തീർച്ചയായിട്ടും അതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ഇപ്പോൾ 5 വർഷമായിട്ട് ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ വരുന്ന ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നു. നേരത്തെ പറഞ്ഞു 2016 തെരഞ്ഞെടുപ്പ് നയിച്ചത് ശ്രീ VS അച്യുതാനന്ദനായിരുന്നു. ഒരു സൈഡിൽ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. ഉമ്മൻചാണ്ടി ഭരണം കഴിഞ്ഞ് കേസുകളല്ല ഒരുപാട് വിവാദങ്ങളിൽ പെടുകയും അദ്ദേഹം വളരെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. നേർനിരയിൽ എന്നാലും അദ്ദേഹം തന്നെയാണ് നിന്നത്. ആ തിരഞ്ഞെടുപ്പ് നഷ്ടപ്പെടുന്നു. UDF അപ്പോഴേക്കും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നില്ല.
അത് ചെന്നിത്തലയെ ഏൽപ്പിക്കുന്നു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ 2016-2021. ശരിക്കും പറഞ്ഞാൽ ചെന്നിത്തല അന്ന് അക്കാലത്തെ ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു ക്യാമ്പയിൻ തന്നെയാണ്. വാസ്തവത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒരുപാട് അഴിമതി പുറത്തുകൊണ്ടുവന്നു, സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന വിവാദങ്ങൾ കൊണ്ടുവന്നു, ഒരുപാട് മറ്റേ ആഴക്കടൽ മത്സ്യബന്ധനത്തെ സംബന്ധിച്ച് അത് കൊണ്ടുവന്നു. പലതിൽ നിന്ന് യൂട്ടേൺ ചെയ്യേണ്ടി വന്നു, യൂട്ടേൺ അടിക്കേണ്ടി വന്നു സർക്കാർ. പക്ഷെ അപ്പോഴിൽ നിന്നറിയാം വേറൊരു വികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ക്ഷേമപ്രവർത്തനം, അത് ഒന്നാമത് രണ്ട് പ്രളയം, 2018-19 കാലങ്ങളിൽ 2 പ്രളയം, ആ പ്രളയങ്ങളെ സർക്കാർ നേരിട്ട രീതി, ശ്രീ പിണറായി നേതൃത്വം നൽകി നേരിട്ട രീതി, അതിനോടൊപ്പം 2020 ആകുമ്പോഴേക്കും കോവിഡ്. അപ്പൊ ഈ കോവിഡ് കാലത്ത് യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രി കേരളത്തിലെ മൊത്തം ജനങ്ങളോട് സംവദിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും മിനിമം 1 മണിക്കൂർ സംവദിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ ഒരു ക്യാമ്പയിനാണ്. പക്ഷെ അതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് വിലക്കുകളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡിജിറ്റൽ പ്രചരണങ്ങളായിരുന്നു ഏറെയും നടന്നിരുന്നത്. ഈ പ്രത്യക്ഷ പ്രചരണങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ വീട്ടിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞാൽ ഒരു പിണറായി ഒരു താരം, ഒരു ക്യാപ്റ്റൻ, തീർച്ചയായിട്ടും ആയിരുന്നു, അങ്ങനെ ആയിരുന്നു. ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഒരു ഇമേജിന്റെ തുടർച്ചയായിരുന്നു വാസ്തവത്തിൽ അന്ന് തുടർഭരണം കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സംശയമേ ഇല്ലാത്ത കാര്യമാണ്. അത് മാത്രമല്ല അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഈ 2021 ആ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കഴിഞ്ഞ 5 കൊല്ലം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുക്കണം. ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്, നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും LDF പുറകോട്ട് പോയി. ചേലക്കരയിലും പുറകോട്ട് പോയി. അതായത് ഭൂരിപക്ഷത്തിന്റെ 40,000-12,000 തോറ്റില്ലെന്നേ ഉള്ളൂ. അവിടെ ശരിക്കും ശ്രീ PT തോമസിന്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിൽ നഷ്ടപ്പെടുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെടുന്നു. ഇവിടെ എല്ലാം UDF ഭൂരിപക്ഷം ഇരട്ടിപ്പിക്കുകയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയാക്കുകയോ ചെയ്തു. വേറൊന്നും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, തൃക്കാക്കരയടക്കം എല്ലാ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും മുഖ്യമന്ത്രി ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം അത് ശരിക്കും നേരിട്ട് കാണാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ അന്നത്തെ. അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ മുഖ്യമന്ത്രിയുടെ പ്രചാരണം അത് നയിച്ച അതിൽ പരാജയം തീർച്ചയായും പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരും. 2 പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിന് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്നും ഒരു വ്യത്യാസവും വരുത്താൻ കഴിഞ്ഞില്ല. അതല്ല, ഭൂരിപക്ഷം 2-3 ഇരട്ടിയായിട്ട് UDFന്റെ വർദ്ധിക്കുന്നത് കണ്ടു. പക്ഷെ എണ്ണത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു താരം, അത് വേറെ കാര്യം അല്ല. അത് 2019 തെരഞ്ഞെടുപ്പിലായിരുന്നു. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ അവസാനം വന്ന് ഏറ്റവും ഒടുവിൽ ഒന്ന് വയനാട് നിൽക്കുകയാണ് കഴിഞ്ഞത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നില്ല. പക്ഷെ അവിടെ ആ റിസൾട്ട് മെച്ചപ്പെടുത്താൻ ഈ LDFന് കഴിഞ്ഞില്ല. 1 സീറ്റ് തന്നെ അന്നും ഈ 2ാമത്തെ ഇലക്ഷനിൽ വന്നു. അപ്പോൾ പിണറായി വിജയന്റെ നേതൃപാടവം അവിടെ തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരവസ്ഥ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്ന 2025 നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലെ പരാജയം എന്ന് പറഞ്ഞാൽ ഈ UDFനും വളരെ പിന്നിലായിട്ട് സ്കോർ വരുന്ന രീതിയിലാണ് LDF ചെന്നെത്തിയത്. അതിനും ഈ ഗവൺമെന്റും അത് നയിക്കുന്ന ശ്രീ പിണറായി വിജയനുമായിരുന്നു നേതൃത്വം, ഈ പ്രചരണ നേതൃത്വം മൊത്തം വഹിച്ചത്. അത് പരാജയപ്പെടുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന അദ്ദേഹം നേരിട്ട് പ്രചരണം നയിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ നടത്തുന്ന ഏറ്റവും സമഗ്രമായി നടത്തുന്ന ഒരു പ്രചരണം. ഈ പ്രചരണത്തിൽ അദ്ദേഹം തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ LDFന് ഒരു 3ാം ഭരണം കിട്ടുമോ അതോ കൈവിട്ടു പോകുമോ എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ ഈ ഒരു നേതാവ് നേരിട്ടിറങ്ങി നേതൃത്വം നൽകി ഒരു തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചെടുത്ത ചരിത്രം ശ്രീ പിണറായി വിജയന്റെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അത് തെളിയിക്കേണ്ട അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ബാധ്യതയുമാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അത് പിണറായിയുടെ വിജയമാണോ അതോ പിണറായിയുടെ പരാജയമാണോ എന്ന് തീരുമാനിക്കുന്നത് കൂടി ആയിരിക്കുമെന്ന്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായും പറയാം പിണറായി 3.0.